ഹലോ, ഇത് നമ്മളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ രണ്ട് ടൈപ്പിലാണ് കേട്ടോ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് റെസിപ്പി നോക്കാം. 2 പൊട്ടറ്റോ ഞാനാണെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് വേവിച്ച്. പിന്നെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള. നമ്മൾ ചിക്കൻ എടുക്കുമ്പോഴത്തേനും ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കണമെന്നുള്ളത് പ്രോസസ്സിലേക്ക് പോകാവേ. ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് വഴണ്ട് വരണം. നമ്മളിപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്വാണ്ടിറ്റി കുറഞ്ഞ് 1 സവാള എന്നുള്ള രീതിയിലേക്ക് വഴറ്റുമ്പോഴത്തേനും വരണം. നല്ല വഴണ്ട് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുവേ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കുത്തൽ, ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ നമ്മളൊന്ന് നന്നായിട്ട് വഴണ്ട് വരിക. അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചതാണ്, ജീരകപ്പൊടിയും പിന്നെ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം പൊടിച്ചതാണ്, അത് കുറച്ചൊരു നുള്ളൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്പൈസസ്, പട്ട ഗ്രാമ്പൂ ഒക്കെ പൊടിച്ചിട്ടില്ലേ, അതുപോലത്തുള്ള ഐറ്റംസ് ഞാനൊരു ഫ്ലേവറിൻ്റെ അതും കുറച്ച് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, വേണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. അത് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, നിങ്ങൾക്ക് എന്തോരം വേണം എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ചേർക്കുന്നത്. അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയും 3 ഐറ്റംസ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ കുത്തലൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചേക്കുന്നത് 2 പൊട്ടറ്റോ ആണ് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നത്. ഒന്ന് വേവിച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ആ 2 പൊട്ടറ്റോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് മിക്സ് ചെയ്താലാട്ടോ എല്ലായിടത്തേക്കും മസാല സ്പ്രെഡ് ആകത്തുള്ളൂ. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ച് വെച്ചേക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഒരുപാട് കുഴഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിക്കാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. അതും ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. എല്ലായിടത്തും മസാല പിടിക്കണമെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ ഒത്തിരി എരിവ് ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ ടിപ്പ്, 2 ടീസ്പൂണിൽ റസ്ക് പൊടിയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ എടുത്തിട്ട് അതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം മുട്ടയിൽ മുക്കിയാണ് പൊരിക്കുന്നത്. അപ്പോൾ 2 മുട്ട എടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അങ്ങനെ എല്ലാം ഇപ്പോൾ ഒരു 5-6 എണ്ണമാണ് മുട്ടയിൽ മുക്കിയെടുക്കുന്നത്. ബാക്കിയുള്ളത് റസ്ക് പൊടിയിൽ മുക്കിയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം മുട്ടയിൽ മുക്കി എല്ലാം ഒന്ന് എടുക്കുക. ഓരോന്ന് എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചോളുക. അപ്പോഴാണ് അത് കട്ടിക്ക് കിട്ടുള്ളൂ. നമ്മളത് ചെയ്ത പടിയെ അപ്പം തന്നെ മുട്ടയിൽ മുക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിലപ്പം അതൊന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് മുക്കിയെടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 എണ്ണമാണ് ഇത് മുട്ടയിൽ മുക്കുന്നുള്ളൂ. ബാക്കി റസ്ക് പൊടിയിലാണ് കേട്ടോ എടുക്കുന്നത്. റസ്ക് പൊടിയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ നിങ്ങൾക്ക് എടുക്കാം, ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതൊന്ന് എടുക്കാം. റസ്ക് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് നല്ലോണം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചതിന് ശേഷം ഈ ഉരുട്ടി വെച്ചേക്കുന്ന ബോളുകളുണ്ടല്ലോ അത് റസ്ക് പൊടിയിൽ മുക്കണം. ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ റസ്ക് പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മളെല്ലാം ഈ എഗ്ഗിൽ മുക്കിയതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഓയിൽ ചൂടായതിന് ശേഷം നമ്മുടെ ഈ കട്ട്ലറ്റ്സ് നമ്മൾ പാകം ചെയ്ത് വെച്ചിട്ടുള്ള ആ കട്ട്ലറ്റ്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം, 2 സൈഡും ഒന്ന് ഫ്രൈ ആവണം. ബ്രൗൺ കളർ ആവണ്ട, കാരണം എഗ്ഗാണല്ലോ, അതൊന്നും ബ്രൗൺ കളർ ആവാണ്ട് നമ്മളൊന്ന് കോരി മാറ്റുക. ചെറിയ രീതിക്ക് ബ്രൗൺ കളർ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ പറഞ്ഞല്ലോ റസ്ക് പൊടിയിൽ മുക്കിയതിൻ്റെ ഇതാണ് കേട്ടോ. റസ്ക് പൊടിയിൽ മുക്കിയേക്കുന്നത് ഇതാണ്. ഇത് നമ്മൾ അതുപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളെല്ലാം ഈ എഗ്ഗിൽ മുക്കി പൊരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ടൈം വേണം നമ്മൾ ഈ റസ്ക് പൊടിയിൽ മുക്കി പൊരിക്കുന്നതിന്. അപ്പോൾ കുറച്ചധികം നേരം നമ്മളത് ഓയിലിൽ കിടന്ന് ചൂടാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നമ്മൾ ഇത്രയും കട്ട്ലറ്റ്സാണ് 2 രീതിക്കാണ് പൊരിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് പൊരിച്ചെടുക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.